കഴിഞ്ഞ 10 വർഷവും ആരും ചോദ്യം ചെയ്യാനില്ലാത്ത നേതാവായിരുന്നു പിണറായി വിജയൻ. ആ പിണറായി വിജയനാണ് ഇന്ന് ഇഡിക്ക് മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത്. ഒന്നും തിരിച്ചു പറയാൻ വയ്യാത്ത അവസ്ഥ. ഒരു കസേരയിൽ അങ്ങനെ ഇരിക്കുകയാണ്, അനങ്ങാൻ വയ്യാതെ, ശവം പോലെ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയില്ലേ, അതുപോലെ പിണറായി വിജയൻ ഇരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആർക്കും ഒരു സൂചനയും ലഭിച്ചില്ല. കോടതി കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു വിധിയുടെ ഇല്ലെങ്കിൽ കോടതിയുടെ അനുമതിയുടെ പശ്ചാത്തലത്തിൽ ഇഡി എത്തുന്നു. കൃത്യമായ ഇഡി പദ്ധതി പ്രകാരം 12 ഇടങ്ങളിലേക്ക് ഇഡി എത്തുന്നു. റെയ്ഡ് ആരംഭിക്കുന്നു. പിണറായി വിജയൻ്റെ ധർമ്മടത്തെ വീട്ടിൽ, അതുപോലെ തന്നെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനെ വീട്ടിൽ, അതുപോലെ തന്നെ റിയാസിൻ്റെ വീട്ടിൽ എല്ലാം തന്നെ ഇഡി കൃത്യമായി റെയ്ഡിനെത്തുകയാണ്. റെയ്ഡിനെത്തുമ്പോൾ തന്നെ അവിടേക്ക് കയറുന്നു. എല്ലാ ഫോണുകളും വാങ്ങി ഇഡി മാറ്റിവെക്കുന്നു. പുറത്തേക്ക് ഒരു ഫോൺ കോൾ പോലും ചെയ്യാനാവാത്ത അവസ്ഥ. അതുമാത്രവുമല്ല, പിണറായി വിജയൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണും എടുത്ത് ഇഡി മാറ്റിവെച്ചു. ഒരു കോളും ചെയ്യാൻ പാടില്ല, ആരെയും വിളിക്കാൻ പാടില്ല. കൃത്യമായ പരിശോധന. വീണയെ ചോദ്യം ചെയ്യുന്നു. വീണയെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ പിണറായി വിജയൻ അങ്ങേയറ്റം ക്ഷീണിതനാണ്. പിണറായി വിജയന് കഴിയുന്നില്ല, താങ്ങാൻ കഴിയാത്ത അവസ്ഥ. കാരണം അധികാര ദുഷ്പ്രഭുത്വമുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആറാടി സുഖിച്ചു വന്ന ആളല്ലേ. അധികാരം എന്ന ആനയെ അതിൻ്റെ ആനപ്പുറത്തിരുന്ന് ഇങ്ങനെ മേയിച്ച് ഈ കേരളത്തെ ആകെ തൻ്റെ വിരൽത്തുമ്പിലിട്ട് കറക്കിയ ആളല്ലേ. ആരും ചോദ്യം ചെയ്യാനില്ല, പ്രതിഷേധിക്കാൻ പോലും ആരുമില്ല. പ്രതിഷേധിക്കുന്നവരെ എല്ലാം തന്നെ ഫാസിസ്റ്റ് രീതിയിൽ അടിച്ചമർത്തി ഭരിച്ചൊതുക്കി നടന്ന പിണറായി വിജയൻ, തിമിർത്താടി നടന്ന പിണറായി വിജയൻ ഇഡി വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒരു വക മിണ്ടാൻ കഴിയാതെ മകളെ പിടിച്ചിരുത്തി ഇഡി ചോദ്യം ചെയ്യുകയാണ്. ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഈ പറയുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ. പിണറായി വിജയൻ അണികളെ ഇളക്കാൻ വേണ്ടിയിട്ട്, അണികളെ ഈ പറയുന്ന അക്രമത്തിലേക്ക് നടത്താൻ വേണ്ടിയിട്ട് കവലപ്രസംഗം നടത്തുന്നത് പോലെയൊന്നും ഇഡിയോട് ആജ്ഞാപിക്കാൻ കഴിയില്ല. അവർ കൃത്യമായ അധികാരത്തോടു കൂടിയാണ് എത്തിയിരിക്കുന്നത്. അവർക്ക് കൃത്യമായ രീതികളുണ്ട്, ആ നിയമങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത്. അവർക്കെതിരെ ഒരു വാക്കെങ്കിലും ഉരിയാടി കഴിഞ്ഞാൽ പിണറായി വിജയന് അത് വലിയ ക്ഷീണമാകും. പിന്നെ നേരിടാൻ പോകുന്നത് നിസ്സാര കാര്യങ്ങളായിരിക്കില്ല. അതുകൊണ്ടാണ് വീണ വിജയനും പിണറായി വിജയനും അടക്കമുള്ളവർ പഞ്ചപുച്ഛമടക്കി ഇഡിയുടെ മുമ്പിലിരുന്നു. അതുമാത്രമോ, ഒന്ന് ആലോചിച്ച് നോക്കൂ. പിണറായി വിജയൻ അവിടെ ഇരിക്കുമ്പോൾ എം വി ഗോവിന്ദൻ പറയുകയാണ് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, പിണറായിയെ ഒന്ന് ഫോൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇഡി പറയുകയാണ് ഫോണിൽ തൊട്ടുപോകരുത്, ആർക്കും അവിടെയുള്ള ആ വീട്ടിലുള്ള ആർക്കും പുറത്തേക്ക് പോകാൻ അനുവാദമില്ല. കൃത്യമായ നിലപാട് ഇഡി അറിയിക്കുന്നു. ഈ നാടിനെ ഭരിച്ച് നടന്ന ആൾക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ, ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ ഇഡിയുടെ അനുവാദം വേണം. ആ അനുവാദമില്ലാതെ ഒരു വക നടക്കില്ല എന്നുള്ളതാണ് അവസ്ഥ. അത്രയേറെ കൃത്യമായിട്ടാണ് ഇഡി മൂവ് ചെയ്തിരിക്കുന്നതെന്നാണ്. മുൻപ് മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, വയോജന കമ്മീഷൻ അടക്കമുള്ളവ വന്നിട്ട് കോടിയേരിയുടെ വീടിന് മുമ്പിൽ നിന്ന് ഓർമ്മയുണ്ടോ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ? അതുപോലെയൊന്നും കളികൾ നടക്കില്ല. അതുമാത്രവുമല്ല, അതിഗംഭീരമായിട്ടുള്ള നീക്കമാണ് ഇഡി നടത്തിയിരിക്കുന്നത്. ഇഡിക്ക് കോടതിയിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്, കൃത്യമായ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ. ഇത്രയും നാൾ ഇവർ പ്രതിരോധിച്ചും പറഞ്ഞുമൊക്കെ നിന്നതിനെല്ലാം തന്നെ ഒരു വിധത്തിലും അതിലൊന്നും കഴമ്പില്ല എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇഡിക്ക് കൃത്യമായ അനുമതിയുണ്ട്. അവിടെ CPM എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് CPM നേതാക്കളെല്ലാം തന്നെ വലിയ കൊട്ടിഘോഷിച്ച് മുദ്രാവാക്യം വിളിച്ച് ബഹളമുണ്ടാക്കിയൊക്കെ ആ വീടുകൾക്ക് മുന്നിൽ വന്നിരുന്നത്. എന്നിട്ട് എന്തെങ്കിലും ഫലമുണ്ടായോ? ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇഡിയുടെ നീക്കം ആ രീതിയിലാണ്. CPM പ്രതിരോധിക്കാൻ പോലും കഴിയില്ല, പോരാത്തതിന് ഒരു വക മിണ്ടാൻ കഴിയില്ല. ധർമ്മടത്തെ വീടിന് മുന്നിൽ സമരവുമായി എത്തിയത് ഈ പി ജയരാജനാണ്. പി ജയരാജൻ വന്ന് അവിടെ കസേരയിട്ട് ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം അകലമൊക്കെ പാലിച്ചാണ് ഇരിക്കുന്നത്. കാരണം ചുറ്റും നിൽക്കുന്നത് കേന്ദ്രസേനയാണ്, CRPF ആണ്. അവർക്ക് പി ജയരാജനാണ് വിപ്ലവ സിംഹമാണ്, കനലിരിയുന്ന സമരപഥങ്ങൾ കടന്നു വന്നവരാണെന്നൊന്നും ബോധമൊന്നുമില്ല. അവർ സമരം ചെയ്യാമെന്ന് പോലീസിനെ കല്ലെറിയുന്നു, 6 അടി നീളമുള്ള ലാത്തി കൊണ്ട് അടിക്കും. അതിപ്പോൾ കൈപോയ ആളാണ്, തലപോയ ആളാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അടി കൊണ്ടാൽ നോവും, അത്രയേ ഉള്ളൂ. ഏതായാലും അതാണ് പി ജയരാജൻ ഇത്തിരി അകലെ വിട്ട് കസേരയിട്ട് മിണ്ടാതിരിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് അതല്ല കഥ. പിണറായി വിജയൻ്റെ വീട്ടിലാണ് ഇഡി കയറിയിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? വി ശിവൻകുട്ടി എത്തി, തൊട്ടുപിറകെ ആനാവൂർ നാഗപ്പൻ എത്തി, വി ജോയി എത്തി, VK പ്രശാന്ത് എത്തി. അങ്ങനെ തിരുവനന്തപുരത്തെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാരെല്ലാവരും കൂടി വളഞ്ഞു കുത്തിയിരിക്കുകയാണ് പിണറായിയുടെ ബേക്കറി ജംഗ്ഷനെ വീട്ടിന് മുന്നിലായിട്ട്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് പ്രതിഷേധവും മുദ്രാവാക്യം വിളിയൊക്കെയാണ്.
അവിടെയും കേന്ദ്രസേനയുണ്ട്. അധികം വൈകാതെ കൂടുതൽ കേന്ദ്രസേനയും എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, അഹങ്കാരം ഇതെല്ലാം ശമിച്ച് ഒരു കസേരയിൽ തളർന്നിരിക്കുകയാണ് പിണറായി. ഇത്രയും നാൾ ഭരിച്ച ചുറ്റും 44 വാഹനങ്ങൾ, ഒന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണയല്ല. 44 വാഹനങ്ങളിൽ ചുറ്റും കരിമ്പൂച്ചകൾ ഇങ്ങനെ സെക്യൂരിറ്റി ഗാർഡ്സുമായിട്ടാണ് നടക്കുന്നത്. മുന്നിൽ പൈലറ്റ് ഉണ്ട്, പിന്നിൽ എസ്കോട്ട് ഉണ്ട്, അതിന് പുറകിൽ VIP സെക്യൂരിറ്റി ഉണ്ട്. Z+ കാറ്റഗറി സെക്യൂരിറ്റിയാണ്. വഴി നീളെ ഫുട്പാത്തിൽ വരെ നിന്നുകൊണ്ട് പോലീസുകാരുണ്ട്. ആരെങ്കിലും റോഡ് മുറിച്ച് കടക്കാൻ പോലും പാടില്ല, അത്തരത്തിലാണ് ബന്ദോബസ്ത്. എന്നിട്ടോ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും അബദ്ധത്തിൽ റോഡിലേക്ക് ഇറങ്ങിയാൽ പോലും വടി വീശി അടിച്ച് തല പൊട്ടിക്കാനും ചെടിച്ചട്ടി എടുത്ത് തലയടിക്കാനും ഹെൽമറ്റ് കൊണ്ട് അടിക്കാനും പോലും തയ്യാറായ ഗുണ്ടാ പോലീസുകാർ, അവനൊക്കെ ഇപ്പോൾ വീട്ടിലിരിപ്പുണ്ട്. അങ്ങനെ ഒരു പടയെ നിർത്തിയാണ് പിണറായി വിജയൻ ഭരിച്ചത് എന്ന് ഓർക്കണം. അത് മാത്രമോ, കറുപ്പ് എന്ന് പറയുന്ന നിറത്തെ പോലും നിരോധിച്ച ആളാണ്. അങ്ങനെ മതിച്ച് വാണ് നടന്ന പിണറായി വിജയനാണ് ഇപ്പോൾ EDക്ക് മുന്നിൽ വാലും ചുരുട്ടി ഒരു കസേരയിലിരിക്കുന്നത്. അവിടെ ഇരുന്നോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫോൺ എടുക്കാൻ സമ്മതിക്കില്ല, ഒരു ലാൻഡ് ഫോൺ എടുക്കാൻ സമ്മതിക്കില്ല, മൊബൈൽ തൊടാൻ സമ്മതിക്കില്ല. കൃത്യമായ നീക്കമാണ് ED നടത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ്റെ ധാർഷ്ട്യം എന്തിനു വേണ്ടി ഇത്രയും നാൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 10 കൊല്ലമല്ല പിണറായി രാജാവായി ഭരിച്ചത്. ഇപ്പോഴും ഒരു ചെറിയതല്ല, ക്യാബിനറ്റ് പദവിയാണ്, വലിയ പൊസിഷനാണ് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും തുടരുകയാണ്. ആ അധികാരവും വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഇനി അധികാരം മരിക്കുന്നത് വരെ വിട്ടൊഴിയാനായിട്ട് പിണറായിക്ക് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന ചടയൻ ഗോവിന്ദൻ മരിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടിയാണ് പിണറായി വിജയൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് അവരോധിക്കപ്പെടുന്നത്. എന്നിട്ട് തുടർന്ന് ആ 12 വർഷക്കാലം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ആ അധികാരത്തിലിരുന്നു, ആ രാജപദവിയിൽ. കേരളത്തിലെ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ആരെയും നിയന്ത്രിക്കാവുന്നുള്ള. എന്നിട്ട് ഒടുവിലോ സംസ്ഥാനത്തിൻ്റെ പുറത്ത് PBയിൽ വരെ, ഇല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയും PBയും അടക്കം ഭരിക്കുന്നത് പിണറായി വിജയനാണെന്ന് വന്നു. പിണറായി വിജയൻ തീരുമാനിക്കും. ആദ്യമൊക്കെ പറയുമായിരുന്നു CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്തിരുന്ന് കൂടിയാൽ അത് സംസ്ഥാന കമ്മിറ്റി, അതേ കമ്മിറ്റി കണ്ണൂരിരുന്ന് കൂടിയാൽ ജില്ലാ കമ്മിറ്റി, ഇനി പിണറായി വിജയൻ്റെ വീട്ടിലിരുന്ന് കൂടിയാലും അത് കമ്മിറ്റി തന്നെയാണ്. പക്ഷേ അത് മാത്രവുമല്ലാതായിപ്പോയി. കണ്ണൂരിരുന്ന് PB വരെ കൂടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പിണറായി വിജയൻ്റെ ഏകാധിപത്യമായിട്ട് അവിടെ മാറി, CPM മാറി എന്നുള്ളതാണ്. അങ്ങനെ പാർട്ടിയിൽ ഭരിച്ചിരുന്ന 12 കൊല്ലം ഭരിച്ച പിണറായി പിന്നീട് മുഖ്യമന്ത്രിയായും ഭരിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയായി വന്ന പിണറായി വിജയൻ വീണ്ടും 10 കൊല്ലമാണ് ഭരിക്കുന്നത്. അങ്ങനെ ഭരിച്ചു മതിച്ചു നടന്ന എല്ലാ അധികാരവും തൻ്റെ കൈക്കുള്ളിലാക്കിയിരുന്ന മനുഷ്യനാണ് ഒന്നുമല്ലാതെ പഞ്ചപുച്ഛമടക്കി ഈ പറഞ്ഞ പോലെ ശവം പോലെ ഒരു കസേരയിൽ ഇരിക്കേണ്ടി വരുന്നത് EDക്ക് മുന്നിൽ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ പണം വാങ്ങിയതിൻ്റെ പേരിലല്ലേ, അക്കൗണ്ടിലേക്ക് മാറ്റിയതിൻ്റെ പേരിലല്ലേ. കോടതി പറഞ്ഞിരിക്കുന്നു ഒരു തരത്തിലുള്ള തടസ്സവുമില്ല, അന്വേഷിച്ചോളൂന്നു. അങ്ങനത്തെ അവസ്ഥയിലേക്ക് പിണറായി വിജയൻ വന്നെത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4Nനും കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.